ഹായ്, ഐ എം ഡോക്ടർ ടെസീറ്റ, കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റ് അറ്റ് മിസ്റ്റീരിയസ് മൈൻഡ്സ് ക്ലിനിക്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അബൌട്ട് ആങ്സൈറ്റി. സോ ആങ്സൈറ്റി എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഇസ് പെർസിസ്റ്റൻറ്റ്, ഭയങ്കര എക്സസീവായിട്ട് പെർസിസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ടൊരു പേടി തോന്നുക. അതിൻ്റെ ഇന്ന് റീസൺ ഒന്നുമില്ല, പക്ഷെ ഭയങ്കരമായിട്ടൊരു പേടി ആദ്യമൊക്കെ തോന്നുവാണ്, ഒരു ഫിയർ ആണ്, ഒരു വറി ആവാം. പക്ഷെ സബ്സിക്വൻ്റ്ലായിട്ട് എല്ലാത്തിലും നമുക്ക് തോന്നുവാണ് ദാറ്റ് ഈസ് സംതിങ് ആങ്സൈറ്റി ഭയങ്കരമായിട്ട് ആദ്യം ഒരു ഫീൽ ചെയ്യുകയാണ്. ആങ്സൈറ്റീൻ്റെ കുറേ ടൈപ്സ് ഉണ്ട്. ഒന്ന് ജനറലൈസ്ഡ്, എന്നാൽ സ്പെസിഫിക് റീസൺസ് ഒന്നുമില്ല, എപ്പോഴും ഒരു പേടി പോലെ തോന്നുവാണ്, ഇന്നൊരു റീസൺ അങ്ങനെ ഒന്നുമില്ല. എന്താണെങ്കിലും ഒരു ചെറിയ കാര്യം കേട്ടാൽ തന്നെ ഭയങ്കരമായിട്ട് പേടി വരിക, തിങ്കിങ് അബൌട്ട് എ തിങ് നമുക്ക് ഭയങ്കരമായിട്ട് പേടി വരിക, അവിടെയാണ് ജനറലൈസ്ഡ് ആങ്സൈറ്റി വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ സ്പെസിഫിക് ആങ്സൈറ്റി ആവാം. സ്പെസിഫിക് എന്ന് പറയുമ്പോഴത്തേക്കും പറഞ്ഞ പോലെ ചില ആൾക്കാർക്ക് ഹൈറ്റ്സിനെ പേടിയായിരിക്കും, ഒരു പട്ടീനെ കാണുന്ന പേടിയായിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി എ ഫിയർ അബൌട്ട് ഡേർട്ട്, ഇറ്റ് ക്യാൻ ബി ഫിയർ അബൌട്ട് സംതിങ്. സോ സ്പെസിഫിക് ആയിട്ട് ചിലപ്പം പേടി. സോ ജനറലൈസ്ഡ് ആയിട്ടൊന്നും കാണില്ല, ഫുൾ കോൺഫിഡൻ്റ് ആയിരിക്കും. ചില ആൾക്കാർക്ക് ക്ലോസ്ഡ് സ്പേസിലാവുമ്പോഴത്തേക്കും പേടി. സോ ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ വരുമ്പം, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ വരുമോ എന്ന് ആലോചിച്ചിട്ട് ഒരു പേടി, അത് സ്പെസിഫിക് ആങ്സൈറ്റി എന്ന് പറയും. അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് പാനിക് അറ്റാക്ക് വരാം. പാനിക് അറ്റാക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ ഒരു പേടിയും ആദ്യം കാണും, പക്ഷെ ഒരു എക്സ്റ്റെൻറ്റ് വരെ പോകും. ചിലപ്പോൾ ഒരു പൊട്ടൻഷ്യൽ ഡേഞ്ചർ വരുമോ എന്ന് ആലോചിച്ച് അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റ് ചെയ്തിട്ട് ഭയങ്കരമായിട്ട് ശ്വാസമുട്ട് വരിക, ഡീപ്പ് ബ്രീതിങ് എടുക്കുക, ഇപ്പം മരിക്കുമോ എന്നുള്ള ഫീലിംഗ് വരിക, ട്രെമേഴ്സ്, ഭയങ്കരമായിട്ട് തല ഇറങ്ങി വീഴുക. സോ ദാറ്റ് പാനിക് അറ്റാക്ക്. സോ ആങ്സൈറ്റി കാരണം ചില ആൾക്കാർക്ക് സിവിയർ പോയി പാനിക് അറ്റാക്ക് വരാം. ഓർ ഇറ്റ് ക്യാൻ ബി PTSD. PTSD എന്ന് പറയുമ്പോൾ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. സോ എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് എപ്പോഴും ഒരു പേടിയും ആദ്യം. ഇറ്റ് ക്യാൻ ബി റേപ്പ് വിക്ടിം, ഇറ്റ് ക്യാൻ ബി ആൻ ആക്സിഡൻറ്റ്, ഇറ്റ് ക്യാൻ ബി വ്യൂയിങ്സ്, ആരെങ്കിലും ഒരു ആക്സിഡൻറ്റ് വിറ്റ്നസ് ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ആക്സിഡൻറ്റ് പറ്റുക, വാട്ട് എവർ, ഒരു ട്രോമാറ്റിക് സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് വരുന്നത്. അവിടെയും നമുക്ക് ആങ്ഷ്യസ് ഫീലിംഗ് ആണ്. ഇനി ആ സിറ്റുവേഷൻ വരുമോ എന്നുള്ള ആങ്സൈറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ആൻറ്റിസിപ്പേഷൻ ആയിരിക്കും, അങ്ങനെ പറ്റുമോ, ഹാർട്ട് അറ്റാക്ക് വരുമോ, എന്തെങ്കിലും. പക്ഷെ ആ ഒരു ആൻറ്റിസിപ്പേഷൻ കാരണം നമുക്ക് ഭയങ്കരമായിട്ട് എപ്പോഴും ഒരു ആദി എന്നുള്ള ഫീലിംഗ് കാണും. സോ ദീസ് ആർ ദ ഫ്യൂ ടൈപ്സ് ഓഫ് നമ്മുടെ ആങ്സൈറ്റി, എന്ത് ടൈപ്സ് ഒക്കെ വരാം എന്നാണ്. ആങ്സൈറ്റി ഞാൻ പറഞ്ഞ പോലെ സിംറ്റംസ് സെയിം. നമുക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ്സ് കൂടാം, കൈവരയിൽ വരാം, ഭയങ്കരമായിട്ട് സ്വെറ്റിങ്, തല ഇറങ്ങിപ്പോൾ വീഴുമോ എന്നുള്ള ഫീലിംഗ് വരും, ബ്രെത്ത് എടുക്കാൻ പറ്റുന്നില്ല. ചിലർക്ക് തോന്നും ഒരു ത്രോട്ടിൽ അല്ലെങ്കിൽ സംതിങ് ഐ എം നോട്ട് ഏബിൾ ടു ടേക്ക്, എന്തോ ബ്ലോക്കേജ് പോലെ ഉണ്ട്, ശ്വാസം എടുക്കാൻ പറ്റുന്നില്ല, ലങ്സിൽ എയർ വരുന്നില്ല എന്നുള്ള ഫീലിംഗ് വരാം, ഇപ്പം മരിക്കുമോ എന്നുള്ള ഫീലിംഗ്, പാൽപിറ്റേഷൻസ്, ഭയങ്കരമായിട്ട് നെഞ്ചെടുപ്പ് കൂടുക. ഇതാണ് ഫ്യൂ സിംറ്റംസ് ആങ്സൈറ്റി വരുമ്പോഴത്തേക്കും എക്സ്ട്രീം. ചില ആൾക്കാർക്ക് ഇത് ഇൻറ്റൻസിറ്റി കുറവായിരിക്കും, ചിലർക്ക് ഭയങ്കര ഹൈ ആയിരിക്കും. പക്ഷേ വാട്ട് എവർ ബി ദ ഇൻറ്റൻസിറ്റി, സിംറ്റംസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി യു ആർ ഹാവിങ് ആൻ ആങ്സൈറ്റി ഡിസോർഡർ. അതിന് എന്ത് ചെയ്യാൻ പറ്റും? ഫസ്റ്റ്, ആങ്സൈറ്റി ആണോ ഓർ വാട്ട് ഇറ്റ് ഈസ് എന്ന് കണ്ടുപിടിച്ചിട്ട് ദെൻ വിൽ ഹാവ് ടു ഗോ സബ്സിക്വൻ്റ്ലി. ആങ്സൈറ്റീൻ്റെ കുറേ കോസസ് ആവാം. ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ട്രോമ ആവാം, ജെനറ്റിക്സ് ആവാം, എന്ന് വെച്ചാൽ പാരമ്പര്യമായിട്ട് കിട്ടുന്നതാവാം. ഓർ ഇറ്റ് ക്യാൻ ബി ബിക്കോസ് ഓഫ് സം ഡിസോർഡേഴ്സ്, ഡിപ്രഷനൊക്കെ ആവാം, ലൈഫ് സ്റ്റൈൽ, നമ്മുടെ തൈറോയിഡ് ഇഷ്യൂസ്, വൈറ്റമിൻ ഡി ഇഷ്യൂസ്, അങ്ങനത്തെ ബോഡി വൈസ് ഫിസിക്കൽ കംപ്ലയിൻസ് ഉണ്ടെങ്കിലും അങ്ങനെ വരാം. സോ എന്താണ്, വാട്ട് ഈസ് ദി എക്സാക്ട് കോസ് എന്ന് ആദ്യം നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. കോസ് കണ്ടുപിടിച്ചിട്ട് അതനുസരിച്ച് ഇപ്പം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വേണമെങ്കിൽ അങ്ങനെ, തെറാപ്പീസ്, ചില ആൾക്കാർക്ക് ആ വരുന്ന സ്പെസിഫിക് ഫോബിയാസ് അല്ലെങ്കിൽ സോഷ്യൽ ആങ്സൈറ്റി, ഫോർ എക്സാമ്പിൾ സൊസൈറ്റി ഫേസ് ചെയ്യാനുള്ള ഭയങ്കര പേടി. സോ ബാക്കി എല്ലാ സ്ഥലത്തും ഓക്കെ, പക്ഷേ ഒരു ഗ്രൂപ്പിൽ പോകാൻ അല്ലെങ്കിൽ പുറത്ത് സൊസൈറ്റി പോയി സംസാരിക്കാൻ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു പാർട്ടി അറ്റൻഡ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ആങ്ഷ്യസ് ആവുക, ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ്സ് കൂടുക. സോ ഓൾ ദോസ് സിറ്റുവേഷൻസ് തെറാപ്പി വിൽ ഹെൽപ്പ്. ഹൗ ആർ യു ഗോയിങ് ടു ഓവർകം ദോസ് സിറ്റുവേഷൻസ്? സോ അവിടെ തെറാപ്പി, CBT എന്ന് പറഞ്ഞിട്ട് തെറാപ്പി ഹെൽപ്പ് ചെയ്യും. ഇൻ സർട്ടൻ കേസസ് ഭയങ്കര സിവിയർ ആണെങ്കിൽ മെഡിസിൻസ് ഹെൽപ്പ് ചെയ്യും, റിലാക്സേഷൻ ടെക്നീക്സ് യൂസ് ചെയ്യാൻ പറ്റും. വൺ എക്സാമ്പിൾ ഡീപ് ബ്രീതിങ്, അതൊക്കെ വിൽ ഹെൽപ്പ് യു ഇൻ റെഡ്യൂസിങ് യുവർ ആങ്സൈറ്റി. സർട്ടൻ സെൽഫ് ഹെൽപ്പ് സ്ട്രാറ്റജീസ്, ഇനി പ്രൊഫഷണൽ ഹെൽപ്പ് വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് ട്രൈ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ സെൽഫ് ഹെൽപ്പ് സ്ട്രാറ്റജീസ്, ബ്രീതിങ് ടെക്നീക്ക്, മെഡിറ്റേഷൻ, എക്സസൈസ്, ഞാൻ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈൽ. സോ ലൈഫ് സ്റ്റൈലിൽ നമ്മുടെ ഹിമോഗ്ലോബിൻസ്, വൈറ്റമിൻ ഡി, സൺലൈറ്റ് എക്സ്പോഷർ, ഡെയിലി എക്സസൈസ് എന്നുള്ള രീതിയിൽ, മെഡിറ്റേഷൻസ്, ഓൾ ദാറ്റ് ആഡ് ഓൺ ചെയ്യും. കാരണം ആങ്സൈറ്റി ആണെങ്കിലും മെയിനായിട്ട് നടക്കുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള കെമിക്കൽസിൽ വരുന്ന ചേഞ്ചാണ്. അപ്പോൾ നമ്മൾ ഈ കണ്ട മെഡിറ്റേഷൻ, എക്സസൈസസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ കെമിക്കൽസിൽ വരുന്ന ചേഞ്ചിനെ വീണ്ടും നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ 1 day 2 day ചെയ്തിട്ട് കാര്യമില്ല.
കൺസിസ്റ്റൻസി അവിടെ കാണിക്കേണ്ടി വരും. സിമ്പിൾ ജേർണലിംഗ് നമുക്ക് ചെയ്യാം, ഡീപ് ബ്രീതിങ് എക്സസൈസസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് നോർമലായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഗ്രൗണ്ടിങ് ടെക്നീക്സ്. സോ വാട്ട് ഇറ്റ് ഈസ്, ഫോക്കസ് ഓൺ യുവർ സെൻസ് ഓർഗൻ, സെൻസിൽ ഓക്കെ വാട്ട് ആർ ദ തിങ്സ് യു ക്യാൻ സീ. സോ അതൊക്കെ ഗ്രൗണ്ടിങ് ടെക്നീക്സ് ആണ്. ഫർദർ ഡീറ്റെയിൽസ് ഗ്രൗണ്ടിങ് ടെക്നീക്സ് വേറെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ പറയാം. ബട്ട് സർട്ടൻ ഗ്രൗണ്ടിങ് ടെക്നീക്സ് യൂസ് ചെയ്യാൻ പറ്റും. സോ ഓൾ ദോസ് ആർ സെൽഫ് ഹെൽപ്പ് സ്ട്രാറ്റജീസ്. ഒരു ദിവസമല്ല, ഞാൻ പറഞ്ഞ പോലെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ സെൽഫ് ഹെൽപ്പ് സ്ട്രാറ്റജീസ് ആകുമ്പോൾ നമ്മൾ കൂടുതൽ എഫേർട്ട് ഇടേണ്ടി വരും. അങ്ങനെ ചെയ്തിട്ട് യു ക്യാൻ ഗെറ്റ് ഔട്ട് ഓഫ് ഇറ്റ്. സോ സെൽഫായിട്ടും യു ക്യാൻ ട്രീറ്റ് യുവർ സെൽഫ്, ബട്ട് യു ഷുഡ് ഹാവ് ദറ്റ് കൺസിസ്റ്റൻസി. ദെൻ വെൻ ഷുഡ് യു ടേക്ക് ഹെൽപ്പ്? സോ ഈ പ്രോബ്ലംസ് കാരണം സോഷ്യൽ ഡെയിലി ലൈഫ് ഹാമ്പർ ആവുകയാണ്. സൊസൈറ്റിയിൽ സംസാരിക്കാൻ പറ്റുന്നില്ല, ജോബിന് പോകാൻ പറ്റുന്നില്ല, സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, അവരോടും സംസാരിക്കാൻ പറ്റുന്നില്ല. ഓർ ആങ്സൈറ്റി കാരണം എപ്പോഴും ഒരു മെൻ്റൽ ഫറ്റീഗാണ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എപ്പോഴും ടയർഡ്നെസ് ആണ്. അത് കാരണം ഡിപ്രസ്ഡ് ആവുകയാണ്, സൂയിസൈഡൽ തോട്ട്സ് വരുവാണ്, ഐ എം യൂസ്ലെസ് എന്നുള്ള തോട്ട്സ് വരുവാണ്. അങ്ങനെ സിഗ്നിഫിക്കൻറ്റ് തോട്ട്സ് വരുവാണ്. സ്വന്തമായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അൺകൺട്രോളബിൾ ആണ്. ഇഫ് യു ഫീൽ ദാറ്റ്, ദെൻ ബെറ്റർ യു ടേക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്. താങ്ക് യു.